അതെ അതെ ബോട്ട് കണ്ട. അതെ ഇവിടെ ആയിട്ടാ വെള്ളച്ചാട്ടം. ആ ബോട്ടിലാണ്. ആ ബോട്ട് അതിൻ്റെ അടുത്ത് വരെ ബോട്ട് വന്ന അതുണ്ടോ കാണിക്കാം. അതിൻ്റെ മുകളിൽ കണ്ട ആൾക്കാർ നിൽക്കുന്നത്. അവിടെ നമുക്ക് പോകാൻ പറ്റും. അവിടെ കയറി നിന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാം. ക്ലിയർ വെള്ളം അല്ലേ? ഇപ്പം കാണാം ഈ ബോട്ട് അടുത്തോട്ട് പോകുന്ന. നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ കയറാൻ പറ്റും. എനിക്ക് അറിയില്ല എത്ര രൂപ ചെന്നിട്ട് നോക്കണം. ഇതാണ് ഐസ്ക്രീം. ഇതിന് ജ്യൂസാണോ? ഇത് ഐസ്ക്രീം ഗ്രാനീറ്റ എന്ന് പറയുന്ന സാധനമാണ്. ഇവിടെ ഐസ്ക്രീം ഇത് ഗ്രാനീറ്റ. എത്ര ഒരു ഐസ്ക്രീമിന് നോക്കിയിട്ടില്ല. €4 ഐസ്ക്രീമിന്. സോ നമ്മൾ വീട്ടിൽ പോവാണ്. നമ്മൾ ഐസ്ക്രീം മേടിക്കുന്നില്ല. നമ്മൾ നടക്കണം. നടപ്പിലോട് നടപ്പില്ല. ചെറിയൊരു കുളുമ്പം വേണം. അപ്പൊ നീ കുളിക്കാത്തോണ്ട ഇവിടെ അടുത്ത് വന്നപ്പോളാ. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ ഒന്നും പറയുന്നില്ല. കാരണം നീ എല്ലാം പറയുന്നുള്ളൂ. അത് എന്റെ വീഡിയോയിലും കിട്ടിക്കോളും. അതുകൊണ്ട് ഞാനായിട്ടൊന്നും പറയണ്ട. അതെ ഇവിടെ കുറെ കൺട്രീസിന്റെ ഫ്ലാഗ് ഉണ്ട്. ഇത് കൺട്രീസിന്റെ ഫ്ലാഗ് ആണോന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എങ്കിലും കുറെ ഫ്ലാഗ് ഉണ്ട്. ഇതിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ഇല്ല. ഇന്ത്യ ഇതിൽ ഉൾപ്പെടുന്നല്ലെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ? സീനിക് വ്യൂ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ വെള്ളം സൂപ്പർ. അവിടെ അങ്ങ് വരെ നടക്കണമല്ലോ. ഭയങ്കര വെയിലാണ്. വരുമ്പം തൊപ്പി കൊണ്ടുവരിക. വേണ്ട എനിക്ക് വേണ്ട. തൊപ്പി, സൺസ്ക്രീൻ, കൂളിംഗ് ഗ്ലാസ്, വെള്ളം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. എനിക്ക് ഇതാണ് കുറച്ചുകൂടെ വലിയത്. നമ്മൾ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊക്കത്തിൽ നിന്ന് വീഴുന്ന ഒരു സംഭവം പോലല്ല. വൈഡായിട്ടും പിന്നെ ഭയങ്കര ക്വാണ്ടിറ്റിയിൽ വെള്ളമുള്ളതും ഈ വെള്ളച്ചാട്ടത്തിലാണ്. കണ്ടോ? ഭയങ്കര ക്ലിയർ വാട്ടർ. നല്ല ബ്ലൂ വാട്ടർ, നല്ല ക്ലിയർ വാട്ടർ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കും. അതെ ടിക്കറ്റ്സ് ഇത്രയും ക്യൂ ഉണ്ട്. കുറേ ആൾക്കാരുണ്ട്. സോ നമ്മൾ ക്യൂ നിൽക്കുകയാണ്. ടോട്ടല് അതിൽ എഴുതിയിട്ടുണ്ടല്ലോ 34 CHF ആണെന്ന് തോന്നുന്നു.
നല്ല ഒച്ച ആയതുകൊണ്ട് ഇതാണ് നമ്മുടെ ടിക്കറ്റ്. 4 പേർക്കുള്ള ടിക്കറ്റ്. 8.5 CHF ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ കുറേ ക്യൂ ഉണ്ടായിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ട് കുറേ തിരക്കുണ്ടായിരുന്നു. സോ നമ്മൾ കുറേ ക്യൂ നിന്നിട്ടാണ് ടിക്കറ്റ് കിട്ടിയത്. ഇനിയിപ്പോൾ നമ്മൾ ബോട്ട് കയറാൻ പോകണം. നമ്മുടെ 4ാമത്തെ ലൈനാണ് ബ്ലൂ ലൈൻ. അപ്പോൾ അങ്ങോട്ട് പോകണം. കുറേ മീനുണ്ട് ഇവിടെ, കണ്ടാൽ നല്ല രസമുണ്ട്. ഒരെണ്ണത്തിനെ ചൂണ്ടായിട്ട് പിടിക്കായിരുന്നു. അപ്പോൾ നമുക്ക് പോവാം. എന്നിട്ട് നമുക്ക് ഈ ബോട്ടിൽ കയറാം. പേയ്മെൻറ്റ് ചെയ്യുന്നിട്ടൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. കാർഡ് പേയ്മെൻറ്റ് വേണമെങ്കിലും ചെയ്യാം. നമുക്കിവിടെ ടൈമുണ്ട്. നമുക്ക് 12:54 നമ്മളൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നല്ല തിരക്കാണ്. സോ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം കയറാൻ. ഭയങ്കര തിരക്കാ. നമ്മുടെ 12:54 നമ്മളൊരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണം. നമ്മൾ ബോട്ടിൽ കയറി നമ്മൾ പോവാ. ഒന്നും ഇല്ലടാ. നീന്താ അറിയാം നിനക്ക്? എനിക്കറിയത്തില്ല. എന്നെ രക്ഷിക്കണം. ആദ്യം നീ എന്നെ രക്ഷിക്കണം. നമ്മളെ പോവാ. ഫോട്ടോ ഇട്ടോ? വഴക്ക് പറയുമായിരിക്കും. നമ്മൾ 15 മിനിറ്റിൻ്റെ ട്രിപ്പാണ് എടുത്തത്. വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അവിടെ നിന്നാണ് കയറിയാൽ. നമ്മളിപ്പോൾ ഏറ്റവും അടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കാം. പൊളി. ഇപ്പം നല്ല തണുപ്പില്ലേ? നല്ല തണുപ്പുണ്ട്. ഒന്നൂടെ വരും. കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഒന്നുകൂടെ പോകണം. ഒരു പ്രാവശ്യം ഇത് ഈ ചെറുതിൽ പോവും. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ആ വലുതിൽ പോവും. അത് കഴിഞ്ഞ് തീർന്നു. 15 മിനിറ്റിൻ്റെ ട്രിപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മളിങ്ങനെ ചുറ്റിക്കുക. നമ്മളിതെല്ലാം കണ്ടു. കഴിഞ്ഞില്ല. ഒരു പ്രാവശ്യം അങ്ങോട്ടും കൂടെ പോകും ഇല്ലേ? നല്ല സൂപ്പർ വെള്ളം. ഒന്നുകൂടെ പോയില്ലേ നഷ്ടമാണ്. ഒന്നുകൂടെ പോയില്ലേ നഷ്ടമാണ്.
നമ്മൾ കുലുങ്ങുവാ. പൊളി പൊളി. പൊളി പൊളി പൊളി. 2-3 പ്രാവശ്യം ഉള്ളെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാം. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചതേ അങ്ങോട്ട് തന്നെ പോവാം. തിരിച്ച് ബോട്ടുകളൊക്കെ ഉള്ളിടത്തോട്ട്. പരിപാടി കഴിഞ്ഞ് പോവാം. നമ്മുടെ പരിപാടി കഴിഞ്ഞായിരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി. എനിക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടോ? പൊളി. ഒരു മീനെ പിടിച്ച് വറക്കാം പാ. നമ്മുടെ 15 മിനിറ്റിൻ്റെ റൈഡ് കഴിഞ്ഞു. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.